പഴയ സ്വപ്നങ്ങൾ എവിടെ കുഴിച്ചുമൂടി? വീഴ്ചകളെ ഭയന്ന് ഉപേക്ഷിച്ച പഴയ സ്വപ്നങ്ങളെ ഞാൻ പ്രത്യാശയുടെ വെളിച്ചത്തിൽ പുനരുജ്ജീവിപ്പിച്ചു. ഈ ക്രിസ്തുമസ് അവയുടെ പുനർജനിക്കായുള്ള സമയമാണ്. ഈ വർഷം നീ ആർക്കുവേണ്ടി വെളിച്ചമായി? എന്റെ ജീവിതം ഇരുളടഞ്ഞ മറ്റൊരാൾക്ക് വഴികാട്ടിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വയം പ്രകാശിക്കാനല്ല, പങ്കുവയ്ക്കാനാണ് ഈ നക്ഷത്രം പഠിപ്പിച്ചത്. മാറ്റിയെഴുതാൻ ആഗ്രഹിക്കുന്ന വേദനയേത്? നഷ്ടബോധത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളെ സ്നേഹമായി മാറ്റിയെഴുതും. പഴയ വേദനയല്ല, പുതിയ ശക്തിയാണ് ഈ പുതുവർഷ സമ്മാനം. നീ എപ്പോഴാണ് നീ അല്ലാതായത്? ലോകത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തിയത്. ഈ പുതുവർഷം എന്റെ ആത്മാഭിമാനം തിരിച്ചുപിടിച്ച് ഞാനായി തന്നെ ജീവിക്കും. നൽകാൻ മടിച്ചത് എന്തായിരുന്നു? ക്ഷമ. മറ്റുള്ളവരോടും എന്നോടുമുള്ള ക്ഷമയാണ് ഞാൻ നൽകാൻ മടിച്ചത്. ഇന്ന് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഞാൻ എല്ലാവർക്കും പൂർണ്ണമായി മാപ്പു നൽകുന്നു. പാതിവഴിയിൽ നിർത്തിയത് എന്ത്? എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പാതിവഴിയിൽ നിർത്തിയത്. ഇനി ഭയമില്ല, പൂർണ്ണ വിശ്വാസത്തോടെ ഈ വർഷം ഞാൻ അവശേഷിച്ച ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കും. നീ സത്യസന്ധനാണോ? നിന്നോട്. എന്റെ കുറവുകളോടും അപൂർണതകളോടും ഞാൻ സത്യസന്ധനാണ്. എന്നെ സ്വയം അംഗീകരിക്കാനുള്ള ധൈര്യമാണ് പുതിയ വർഷത്തിലെ എന്റെ ശക്തി. നീ സത്യസന്ധനാണോ? നിന്നോട്. എന്റെ കുറവുകളോടും അപൂർണതകളോടും ഞാൻ സത്യസന്ധനാണ്. എന്നെ സ്വയം അംഗീകരിക്കാനുള്ള ധൈര്യമാണ് പുതിയ വർഷത്തിലെ എന്റെ ശക്തി. സമയത്തെ സ്നേഹിച്ചോ കൊന്നോ? സോഷ്യൽ മീഡിയയിൽ പാഴാക്കിയ ഓരോ നിമിഷവും ഞാൻ സമയത്തെ കൊന്നു. അടുത്ത വർഷം ഓരോ നിമിഷവും അർത്ഥവത്തായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ഉയരാൻ എന്തിന് ഭയം? പരാജയപ്പെടുമോ എന്ന ചിന്ത വിജയത്തെക്കാൾ ഭയങ്കരമാണ്. വീഴ്ചയിൽ നിന്നും പഠിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ഞാൻ ഇപ്പോൾ സജ്ജനാണ്. നിന്റെ സമ്മാനം എന്തായിരിക്കും? എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ എന്റെ മെച്ചപ്പെട്ട രൂപത്തെ സമ്മാനിക്കും. കൂടുതൽ സ്നേഹമുള്ള, ക്ഷമയുള്ള, സന്തോഷവാനായ എന്നെ തന്നെ. നീ ആഗ്രഹിച്ച ജീവിതം ജീവിച്ചു തീർത്തോ? പേടിച്ച് മാറ്റിവെച്ച സ്വപ്നങ്ങളോർത്ത് എനിക്ക് വേദനയുണ്ട്. ഇനി ഒരവസരം പാഴാക്കില്ല. ഈ നിമിഷം മുതൽ എന്റെ സത്യമായ ജീവിതം തുടങ്ങുകയാണ്. എന്നിൽ നിന്നും എത്ര തവണ ഓടിയൊളിച്ചു. തിരക്കുകളുടെ മറവിൽ ഞാൻ നിന്നിൽ നിന്നും ഒളിച്ചു. എന്റെ മനസ്സ് അശാന്തമായിരുന്നു. ഇനി എന്റെ ഹൃദയം നിന്റെ സമാധാനത്തിനായി ഞാൻ തുറന്നിടും. എന്റെ സ്നേഹം മതിയായില്ലേ നിനക്ക്? ലോകത്തിന്റെ അംഗീകാരത്തിനായി ഞാൻ നെട്ടോട്ടമോടി നിന്റെ നിരുപാധിക സ്നേഹത്തെ മറന്നു. നിന്നിൽ മാത്രം ഞാൻ പൂർണ്ണത കണ്ടെത്തും. നീ പൊട്ടിച്ച വാഗ്ദാനങ്ങൾ എത്രയാണ്? എന്നോട് തന്നെ നൽകിയ വാഗ്ദാനങ്ങൾ ഞാൻ ലംഘിച്ചു. അത് എന്റെ ആത്മവിശ്വാസം കെടുത്തി. ഈ നിമിഷം എന്റെ ദൗത്യം ഞാൻ വീണ്ടും ഏറ്റെടുക്കുന്നു. നൽകിയ കഴിവുകളെ ഉപേക്ഷിച്ചതെന്തേ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എന്റെ പ്രത്യേക കഴിവുകളെ ഞാൻ അവഗണിച്ചു. ഈ പുതുവർഷം എന്റെ തനിമ തിരിച്ചറിഞ്ഞ് ഞാൻ പ്രക്ഷോഭിക്കും. ആരെയാണ് നീ മാറ്റി നിർത്തിയത്? സ്നേഹിക്കാൻ അർഹതയില്ലാത്തവരില്ല. മുൻവിധികളുടെ മതിൽ ഞാൻ പൊളിച്ചെറിയുന്നു. എല്ലാവർക്കും തുല്യ സ്നേഹം നൽകാൻ ഞാൻ തയ്യാറാണ്. സന്തോഷം വില കൊടുത്തു വാങ്ങിയോ? പുറത്ത് തേടിയ സന്തോഷങ്ങളെല്ലാം ക്ഷണികമായിരുന്നു. എന്റെ ഉള്ളിലുള്ള കൃതജ്ഞതയാണ് യഥാർത്ഥ സന്തോഷമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിന്നെ നീ സ്നേഹിക്കുന്നില്ലേ? ഇല്ല, ഞാൻ എന്റെ കുറവുകളെ വെറുത്തു. എന്നാൽ നീ എന്നെ സൃഷ്ടിച്ചപോലെ എന്റെ അപൂർണതകളോടുകൂടി ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും. എപ്പോഴാണ് നീ നിലവിളിച്ചത്? ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിൽ ഞാൻ നിശബ്ദമായി കരഞ്ഞു. ഇനി ഞാൻ എന്റെ ഭാരങ്ങൾ നിന്നോട് പങ്കുവയ്ക്കും. നിന്റെ സാന്ത്വനത്തിൽ ഞാൻ വിശ്രമിക്കും. സഹായിക്കാൻ നീ കൈകൾ നീട്ടിയോ? തിരക്കിനിടയിൽ സഹായം ആവശ്യമുള്ളവരെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. എന്റെ ഓരോ ദിവസവും മറ്റൊരാൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങാകും.